ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു പുതിയൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് മോട്ടിവേഷന്റെ ഓരോരോ ദിവസം മീൻസ് ഓരോരോ സീരീസ് പോലെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷനിൽ എന്താ പറയാ കുറേ വെറൈറ്റീസ് ഒക്കെ ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഇതിന് മുമ്പായിട്ട് കുറെ മോട്ടിവേഷണൽ വീഡിയോ ഞാൻ ഇതിനോടകം ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേറ്റ് ആകും, എത്രത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇപ്പോഴും പലർക്ക് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പലർക്കും ഇനിയും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാലും നമ്മളത് പുറത്തേക്ക് എടുക്കുന്നില്ല. അത് പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആരും അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പൊ ഇന്നോട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു മോട്ടിവേഷൻ ടിപ്സ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാനും നിങ്ങളെ കൂടി മോട്ടിവേറ്റ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഞാനിപ്പോ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കിടയിൽ ഞാനിപ്പോ ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 3 ടിപ്പാണ്. ഓക്കെ, അതില് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എൻജോയ് ലിവിങ് ഇൻ ദി മൂമെന്റ്. അതായത് നിങ്ങളിപ്പോ മൂമെന്റ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, പല സിറ്റുവേഷൻസിലും കാണും, എൻജോയ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും കാണും. അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിമെമ്പർ ദ ലേണിംഗ് ഇംഗ്ലീഷ്, പ്രിപ്പയർ ഫോർ യുവർ ദ ഫ്യൂച്ചർ. ഇപ്പൊ നമ്മൾ എത്രത്തോളം എൻജോയ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക. പക്ഷെ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കുക, ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ഗോൾ ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഗോൾ ഉണ്ട്. അപ്പൊ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം ശ്രമിക്കും, അത്രത്തോളം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് പിള്ളേരൊക്കെ ആണെങ്കിൽ എക്സാമിന് പഠിക്കാനായിട്ട് ഇപ്പോ നല്ല മാർക്ക് മേടിക്കാനായിട്ട് അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും. നമുക്കിപ്പോ ഒരു ഒരു ലാംഗ്വേജ് പഠിക്കാനാണ്. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ലാംഗ്വേജ് ആണ്. ഏത് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ആദ്യം ഇംഗ്ലീഷിന്റെ ഇതാണ്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ എത്രത്തോളം എൻജോയ് ചെയ്താലും നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. എപ്പോഴും നല്ല മൂമെന്റ് ഒക്കെ എൻജോയ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ തന്നെ സമയം കണ്ടെത്തുക. ഇപ്പൊ ആൾക്കാര് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നും മാറുക. ഓക്കെ, ഇത് ഒന്നാമത്തെ ടിപ്പാണ്. നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സന്തോഷം ആയിക്കോട്ടെ, എപ്പോഴും നിങ്ങൾ എൻജോയ് ചെയ്തോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്ത് കൊണ്ടുവരിക. നിങ്ങൾ അതിനെപ്പറ്റി അതൊരു ഞാൻ സംസാരിച്ചു തുടങ്ങും, എനിക്കും പറ്റും സംസാരിക്കാൻ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ തന്നെ ഓർക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഫ്യൂച്ചറിലോട്ടൊക്കെ പോകും, വലിയ ഇപ്പൊ ഓരോരുത്തർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരത് കഴിഞ്ഞിട്ട് വലിയ ജോലിയൊക്കെ നേടും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് എന്താ ലാംഗ്വേജ് അറിയത്തില്ല. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഭാഷ അറിയാതെ നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പൊ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, നമുക്ക് അതിന്റെ ബേസിക് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നമുക്ക് തിരിച്ച് അവരോട് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ്, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ റൂട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. അവരോട് നമുക്ക് അത് ചോദിക്കണമെന്നുണ്ട്, ഇതെങ്ങനെയാണെന്ന്. നമ്മൾ എന്തെങ്കിലും ആക്ഷൻ കാണിച്ചു എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരിക്കും. ഇപ്പൊ അവർ പറയുമ്പോൾ നമുക്ക് തിരിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനായിട്ട് നമ്മൾ അവിടെ തന്നെ കഷ്ടപ്പെടുന്നുണ്ടാവും. നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ഇരിക്കാനാണ് നമ്മൾ എപ്പോഴും ലാംഗ്വേജ് നന്നായിട്ട് ഇത് ചെയ്യുക, കോൺവെക്കേഷൻ ചെയ്യുക. മിനിമം നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് കോമൺലി ഉള്ളതാണ്. അതായത് ഇംഗ്ലീഷിന്റെ ചില വേർഡ്സ് ഒക്കെ വെച്ചിട്ടായാലും നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എങ്കിൽ അവർക്ക് കേട്ടാലെങ്കിലും മനസ്സിലാവും. അപ്പൊ അവർക്ക് അതിന് ഉത്തരം തരാനായിട്ടെങ്കിലും അവർക്ക് പറ്റും. അപ്പൊ നമുക്കത് അറിഞ്ഞാലല്ലേ നമുക്കത് അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴും മോട്ടിവേഷൻ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷം ഉണ്ടായാലും നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഫ്യൂച്ചറിലെ കാര്യം ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരട്ടെ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം.
ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ ഇംഗ്ലീഷ്, ഗെറ്റ് ഇൻവോൾവ് ആൻഡ് പ്രാക്ടീസ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇപ്പൊ നിങ്ങൾക്ക് മാസ്റ്റർ പോലത്തെയുള്ള ഇംഗ്ലീഷ് ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണം. അതായത് നമുക്കിപ്പോ എത്രത്തോളം കഷ്ടപ്പാടും എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ആരും നമ്മളോട് വന്നിട്ട്, ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാം, നിനക്ക് ഇവിടെ ജോയിൻ ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ നല്ല കോഴ്സ് ഉണ്ട് ഇംഗ്ലീഷിന്റെ, ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇത്ര മാസം കൊണ്ട് പഠിക്കും, അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മളാണ് അത് യോജ്യമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടത് നമ്മളാണ്. ചില ആൾക്കാർ ഒക്കെ പലതും പറയും. അപ്പൊ നമ്മൾ അതിന് മുൻകൈ എടുക്കുക. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മുൻകൈ എടുക്കുക. നമ്മൾ മാസ്റ്റർ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം കാണും, നല്ലപോലെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി നമ്മളിപ്പോ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മളത് നല്ലപോലെ എന്താ പറയാ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക, ആഗ്രഹം പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് ഇംഗ്ലീഷ് എന്തായാലും പഠിക്കണം എന്നുള്ള എയിം കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ അതുപോലെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ ഒത്തിരി മോട്ടിവേഷനിൽ പറഞ്ഞിട്ടുണ്ട് മിറർ പ്രാക്ടീസ്. സോ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനാണ് മെയിൻ ആൾക്കാരുടെ പ്രശ്നം, കോൺഫിഡൻസ് ആണ്. ഓക്കെ, സോ അപ്പൊ അത് കിട്ടാനായിട്ടാണ് നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. എന്താ നല്ലൊരു എനർജി പാക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ തന്നെ കണ്ണാടി നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് നിൽക്കുന്ന കണ്ണാടി മുന്നിൽ കാണുന്ന നമ്മളാന്ന് വിചാരിക്കരുത്, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെ നോക്കി സംസാരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ നമുക്കത് ഒരു കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും കുറയത്തില്ല, നമുക്ക് കൂടത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ആരെങ്കിലും കാണും കണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ അടച്ചിട്ടായിരുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന് വലിയ പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ ചെയ്ത് ചെയ്ത് ശീലാവും. അത് ശീലാകുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വന്ന് ആദ്യം മുന്നിൽ സംസാരിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് വരും. അപ്പൊ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം. ലേണിംഗ് എനി ലാംഗ്വേജ് ഈസ് ഹാർഡ് വർക്ക്. അപ്പൊ നമുക്ക് ഒരു ലാംഗ്വേജും, അതായത് ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കുന്നെങ്കിൽ നമുക്കൊരു ഹാർഡ് വർക്കാണ്. നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോ ഏതൊക്കെ ഇപ്പൊ കന്നഡ ആയിക്കോട്ടെ, തെലുങ്കു ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവണം എന്തുവാ എന്താന്നൊക്കെ. ചുമ്മാ നമുക്ക് കയറി ഇപ്പൊ ആദ്യമേ നമ്മൾ ബാംഗ്ലൂരിൽ പോവാ, അവർ മെയിനായിട്ടും കന്നഡയാ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കന്നഡ പോയി സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം കേൾക്കും കുറെ ദിവസമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഏത് നാട്ടിൽ പോയാലും, ഇപ്പൊ ബാംഗ്ലൂർ എന്നല്ല ഏത് നാട്ടിൽ പോയാലും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ഇവരെന്താ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ നമുക്ക് തോന്നും. അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്യും, കേട്ട് പഠിക്കോ, നമ്മളത് പ്രാക്ടീസ് ചെയ്തോ അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതാണ് പ്രാക്ടീസ് ചെയ്യാം. സോ പ്രിപ്പയർ വെൽ, പുട്ട് ഇൻ ദി ഹവർ ആൻഡ് യു വിൽ അച്ചീവ് യുവർ ഗോൾ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഹവർ ഇടുക. എന്ന് വെച്ചാൽ ഇന്നിപ്പം, അതായത് ഇപ്പൊ നിങ്ങൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നൊരു 15 മിനിറ്റ്സ് തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഒരു 20 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ നിങ്ങൾ അവർ നിങ്ങൾക്ക് ഒരു വീക്കിനുള്ളിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം തൊട്ട് കൂട്ടുവാണെങ്കിൽ അടുത്ത ഈ ആഴ്ച ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നിങ്ങൾ അവർ കൂട്ടിക്കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ആദ്യം 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. സോ അപ്പം ഇതാണ് ഇന്നത്തെ ഈ 3 ടിപ്പ്. ഓക്കെ, ഒന്നാമത്തെ ടിപ്പ് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നമ്മള് എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കണം നമ്മുടെ ഭാവിയിലെ കാര്യം, ഫ്യൂച്ചറിലെ കാര്യം. അതൊക്കെ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ നമ്മൾ അതിന് ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തെ, നമ്മളിപ്പോ എന്താ പറയാ എവിടെ എത്ര ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് മാസ്റ്റർ പ്രാക്ടീസ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. അപ്പൊ എത്രത്തോളം അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്കൊരു ഗോളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഹവേഴ്സ് കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് എത്ര നല്ലപോലെ ആണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെയൊക്കെ ഓരോ ആഴ്ച തോറും നിങ്ങൾക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഫിക്സ് ചെയ്യുക 6 മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് തന്നെ തോന്നണം. നമ്മൾ ടൈം പീരിയഡ് ഫിക്സ് ചെയ്യണം. വേറൊരാൾ വന്നിട്ട് നീ ഇത്ര മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം. നമുക്ക് തന്നെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കണം എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്ക് നല്ലപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞ 3 കാര്യം നല്ല നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഈ 3 കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ഇന്നത്തെ ടിപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി
അപ്പൊ ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ മോട്ടിവേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇപ്പം ഞാൻ ഇതൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.